ഈ ഭർത്താക്കന്മാര് പെടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞേരട്ടെ. ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതെ ഭാര്യമാർക്ക് ജോലി ഉണ്ടാവുന്ന ഒരു സമയത്ത്, അങ്ങനെയല്ലേ? അപ്പൊ പിന്നെ ആ വീട്ടില് ഭാര്യയുടെ അധികാരമായിരിക്കും. അത് ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചാടിച്ചു. സ്ത്രീകളുടെ കയ്യിൽ അധികാരമേൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ വരും. ഏറ്റവും വലിയ മുദ്രാവാക്യമല്ലേ ബാങ്ക്? എന്തേ സ്ത്രീകളെ അള്ളാഹു അതിൽ നിന്ന് ഒഴിവാക്കിയത്? സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വീട്ടിൽ കുത്തിരിക്കണ്ടോലാണ്, പുറത്തിറങ്ങണ്ടോലല്ല. കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ, പരിശുദ്ധ ദീനിന് വന്ന ഗുരുതര രോഗമാ. കഥ ബീവി ആസൂറായുമായാൽ പിന്നെ തികച്ചും ഹലാലെന്നുള്ള മട്ടും തന്നെ. സ്ത്രീകള് കഥാപ്രസംഗത്തിനിറങ്ങുന്ന കാലം വന്നാല് നിങ്ങൾ കിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. ഇന്നെല്ലായിടത്തും സ്ത്രീകളല്ലേ. എന്നിട്ട് ആ സ്ത്രീകള് ആസൂറ ബീവിയുടെ ചരിത്രമാണ് പറയുന്നതെങ്കിൽ പോലും ആരാ പറഞ്ഞു നിങ്ങൾക്ക് അത് ഹലാലാണെന്ന്? അതൊരിക്കലും ഹലാലല്ല. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫൗസിയ എന്നാണ്. ഞാനിവിടെ തിരൂര് പത്തമ്പാട് വാടക വീട്ടിൽ താമസിക്കുകയാണ്. എനിക്ക് 6 പെൺകുട്ടികളാണ്. എൻ്റെ ഹസ്ബൻഡ് 8 വർഷമായിട്ട് എൻ്റെ ഇട്ട് പോയതാണ്. ഞാൻ പെൺകുട്ടികളിട്ട് ഇപ്പോൾ ക്വാർട്ടേഴ്സിന് വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. 3 മാസം വാടക തെറ്റിയിട്ട് ഞങ്ങളോട് ഇവിടെ വാടക ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് അപേക്ഷിക്കുന്നത്. ഫ്രണ്ട്സെ, ബുള്ളറ്റുമാനാണ്. നിങ്ങൾ കേട്ടില്ലൊത്താത്ത പറഞ്ഞില്ലേ, ഞാനിവിടെ തിരൂര് പത്തമ്പാട് എന്ന സ്ഥലത്താണുള്ളത്. യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ടുള്ളത്, മാനക്കാക്ക ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചിട്ട്. ഞാനും മക്കളും ആത്മഹത്യൻ്റെ വക്കിലാണ്. ഈ മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഞാൻ കാരണം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ബസ്സിന് കൊടുക്കാൻ വരെ ക്യാഷില്ല എന്നാണ്. 3 മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല. വീട്ടിലാണെങ്കിൽ ചിലവിന് വരെ റേഷന് കിട്ടുന്ന അരി മാത്രമാണുള്ളത്. അതുകൊണ്ട് എൻ്റെ മനസ്സിലായിട്ടുള്ള ആളുകൾ ഒന്ന് നമ്മളെ മക്കളെ പോലെ കരുതിയിട്ട് ഈ മക്കൾക്ക് എന്തെങ്കിലുമൊരു സഹായം നിങ്ങളാലൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതിനൊന്ന് മോചിപ്പിക്കണം എന്നാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ 2 സ്ഥലം കൂടി വാങ്ങാൻ അതിൽ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളത് നല്ലവരായ നാട്ടുകാരോടും പ്രവാസികളായ സുഹൃത്തുക്കളോടും വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.